ഹൈപ്ലസിന്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോസ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSST കെമിസ്ട്രിയുടെ മൊഡ്യൂൾ 3, അതായത് നമ്മളുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 3 സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം HSST കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ എന്താ പറയേണ്ടത്, കുറച്ചും കൂടെ കൺസെപ്ഷ്യലായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വീഡിയോസ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. HSST കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ നല്ല ഡെപ്തിലോട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ സോളിഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. കാരണം ഏകദേശം ഒരു +2 ലെവൽ അറിയാമെങ്കിൽ തന്നെ ഏകദേശം ഒരു 80% സോളിഡ് സ്റ്റേറ്റിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഒരു റിമൈനിങ് 20% നമ്മൾ ഡിഗ്രിയിലും PGയിലുമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ ആദ്യം HSST കെമിസ്ട്രിയുടെ സിലബസിൽ സോളിഡ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. എന്നിട്ട് നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടും പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ടും പോകാം. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല, കഴിഞ്ഞ ഇയറുകളിൽ PG ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ ഈ ഓരോ ടോപ്പിക്കിനോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നത്. 2 ഗുണങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. 2, ഈ ടോപ്പിക്ക് ഏത് ലെവലിൽ വരെ പോകും, എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളൊരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നമ്മൾ നോർമൽ ക്വസ്റ്റ്യൻസ് എടുത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ കാണൂ നമ്മൾ വിചാരിക്കും. അതേസമയം നമ്മൾ പ്രീവിയസ് ഇയർ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്ന ലെവലൊക്കെ ടച്ച് ചെയ്യുമോ അവർ, അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടി വരും എന്നൊരു ഐഡിയയും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസും കൂടെ ടോപ്പിക്കിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ മൊഡ്യൂൾ 3ലാണ്, അതായത് ഫിസിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി 3 മൊഡ്യൂൾ 3ലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ക്രിസ്റ്റൽ സിമ്മെട്രി എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്മെട്രി എലമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലെയിൻ ഓഫ് സിമ്മെട്രി, ദെൻ നമ്മുടെ റൊട്ടേഷൻ, ഇൻവേർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം പോയിന്റ് ഗ്രൂപ്പ്. വലുതായിട്ട് പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് തിയറി ആലോചിക്കരുത്, അതല്ല. ഈ സോളിഡ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് പോയിന്റ് ഗ്രൂപ്പുകൾ, അതിനുശേഷം സ്പേസ് ഗ്രൂപ്പുകൾ, മില്ലർ ഇൻഡിസസ്, ബ്രെവിസ് ലാറ്റിസ്, ക്ലോസ് ബാക്ക്ഡ് സ്ട്രക്ചേഴ്സ്, BCC, FCC, HCP, വോയിഡ്സ്, കോർഡിനേഷൻ നമ്പർ. ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ നമ്മുടെ ക്ലാസ്സും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ ടോപ്പിക്കുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്നതാണ്. അവർക്കറിയാം ഇത് ടോപ്പിക്കിൽ ഉൾപ്പെടുന്നതാണ്, ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന്. കാരണം ഇപ്പം സോളിഡ് സ്റ്റേറ്റിൽ തന്നെ നിങ്ങളിപ്പം പോയിന്റ് ഗ്രൂപ്പുകളെ പറ്റി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് ആ ഗ്രൂപ്പ് യൂണിറ്റ് സെൽ എന്ന് പറയേണ്ടി വരും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ല് പറയേണ്ടി വരും. അതിനകത്തുള്ള ഒരാളുടെ ആറ്റത്തിൻ്റെ എണ്ണം പറയേണ്ടി വരും. പിന്നെ പാക്കിംഗ് ഫ്രാക്ഷൻ പറയേണ്ടി വരും. അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകൾ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കാൻ പോകുന്നു. ഓക്കെ, ഇത് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ക്രിസ്റ്റൽ സിമെട്രിയിലോട്ട് പോകാം. എന്താണ് ക്രിസ്റ്റൽ സിമെട്രി? അതിനുശേഷം നമ്മൾ അതിനകത്ത് തന്നെ ക്രിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ മില്ലർ ഇൻഡിസസിലോട്ട് പോകുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് സോളിഡ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ ബ്രെവിസ് ലാറ്റിസ്. എത്ര ടൈപ്പ് ബ്രെവിസ് ലാറ്റിസ് ഉണ്ട്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രെവിറ്റ് ലാറ്റിസ്. 14 ബ്രെവിസ് ലാറ്റിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചേഴ്സ്. അത് നമുക്ക് നോർമലി 2 എണ്ണമാണ്, HCPയും CCPയും. നമ്മൾ ഒരെണ്ണം കൂടെ വേറെ പഠിക്കുന്നുണ്ട്. ദെൻ വോയിഡ്സ് ഇൻ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിനകത്തുള്ള വോയിഡുകൾ. ദെൻ കോർഡിനേഷൻ നമ്പർ എന്താണ് ഓരോ ക്രിസ്റ്റലിൻ്റെയും. ദെൻ സ്ട്രക്ചർ പ്രോപ്പർട്ടി റിലേഷൻസ് ആണ്, സ്ട്രക്ചറും പ്രോപ്പർട്ടിയും തമ്മിലുള്ള ബന്ധം. അതിനുശേഷം ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. അത് ഡിഫക്ട്സ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ സ്ട്രക്ചറൽ പ്രോപ്പർട്ടി റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഡിഫക്ട്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, ഡിഫക്ട്സും കുറച്ച് കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് 2 എന്നും പറഞ്ഞ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയുമാണ്, ഈ ഒരു 7 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സെക്ഷനിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പോയാലോ? ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ക്രിസ്റ്റൽ സിമ്മട്രിയിലോട്ട് പോകാം. എന്താണ് ക്രിസ്റ്റലിൻ്റെ സിമ്മട്രി? ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രിസ്റ്റൽ സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽസിൻ്റെ ഒരു സിമ്മട്രി എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേഷനാണ്, അല്ലേ? ഒരു ഓപ്പറേഷനാണ്, റിസൾട്ട് തരുന്ന ഓപ്പറേഷനാണ്. എന്താണ് നമുക്ക് നോക്കാം. ക്രിസ്റ്റൽ സിമ്മട്രി ഇസ് ദ ഫണ്ടമെന്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് സോളിഡ് സ്റ്റേറ്റ് സ്ട്രക്ചർ.
ഒരു സോളിഡിൻ്റെ സ്ട്രക്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ് ഈ ക്രിസ്റ്റൽ സിമ്മട്രി എന്ന് പറയുന്നത്. ആ സിമ്മട്രി അറിയാമെങ്കിൽ നമുക്ക് ആ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ റെഗുലർ റിപ്പീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ് ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇതുവഴി നമുക്ക് റെഗുലർ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ആ ക്രിസ്റ്റൽ ഉണ്ടാക്കാനായിട്ട് റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്ന ആറ്റംസിനെയോ മോളിക്യൂൾസിനെയോ അയോൺ, കാരണം ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ആര് വെച്ച് വേണമെങ്കിലും ഉണ്ടാവാം. ചിലപ്പോൾ ആറ്റംസ് വഴി ഉണ്ടാകാം, ചിലപ്പോൾ മോളിക്യൂൾസ് വഴി ഉണ്ടാകാം, ചിലപ്പോൾ അയോൺസ് വഴി ഉണ്ടാകാം. അപ്പോൾ ആര് വഴി വേണമെങ്കിലും ഈ ക്രിസ്റ്റൽ ഉണ്ടാവാം. അപ്പം അത് ഉണ്ടാകാനായിട്ട് എന്താണ് അതിന് കാരണമെന്നുള്ളത് നമുക്ക് ക്രിസ്റ്റൽ സിമ്മട്രി വഴി മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. Okay, then the symmetry of a crystal is characterized by symmetric operations that leave the crystal unchanged. ഈ സിമ്മട്രിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിമ്മട്രി ഓഫ് എ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് സിമ്മട്രിക് ഓപ്പറേഷൻസ് വഴിയാണ്. അതായത് നമുക്കൊരു 3-4 സിമ്മട്രിക് ഓപ്പറേഷൻസ് ഉണ്ട്. ആ സിമ്മട്രിക് ഓപ്പറേഷൻസ് ആണ് ഈ സിമ്മട്രിയെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്നത്. ആ ഐഡിയയിൽ നിന്നും ഈ ക്രിസ്റ്റലിൻ്റെ ആറ്റംസിനെയോ മോളിക്യൂൾസിനെയോ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. അതുവരെ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാണ് ക്രിസ്റ്റൽ സിമ്മട്രിയുടെ ആക്ച്വൽ ബേസിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സിമ്മട്രിക് ഓപ്പറേഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഗ്രൂപ്പ് 3 നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഒന്ന് ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ ഇ എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യും. എല്ലാവർക്കും ഫെമിലിയറായ കാര്യമാണ് ഐഡൻറ്റിറ്റി. അതിനുശേഷം റൊട്ടേഷനാണ്, നമ്മളതിനെ CN, റൊട്ടേഷൻ ആക്സിസ് CN. ദെൻ റിഫ്ലക്ഷനാണ്, അത് ഇതൊരു പ്ലെയിൻ ഓഫ് റിഫ്ലക്ഷനാണ്. ഒരു പ്ലെയിനിൽ XY പ്ലെയിനിലോ YZ പ്ലെയിനിലോ XZ പ്ലെയിനിലോ നമുക്ക് 3 പ്ലെയിനാണ് വരുന്നത്. മിറർ വെക്കുന്നു അതിൻ്റെ റിഫ്ലക്ഷൻ അനുസരിച്ച്. ദെൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തു നിന്ന് സെൻറ്റർ വഴി അടുത്തടുത്തോട്ട് പോകുന്നത്, അതാണ് ഇൻവേർഷൻ. ദെൻ റോട്ടോ റിഫ്ലക്ഷൻ SN ആക്സിസ് ആണ്. ഇങ്ങനെ നമുക്ക് കുറച്ച് സിമ്മട്രിക് എലമെൻറ്റ്സ് ഉണ്ട്. ഈ സിമ്മട്രിക് എലമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഈ പേജ് സെറ്റ് ആണല്ലോ? ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളതൊന്നുമില്ല. സിമ്മട്രിക്ക് നമ്മളത് പറഞ്ഞു തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുന്നു അതിന്. അത് റിപ്പീറ്റിംഗ് യൂണിറ്റിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണെങ്കിൽ ഒരു സാധനമാണ് സിമ്മട്രി എന്ന് പറയുന്നത്. ആ സിമ്മട്രിക് ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ സിമ്മട്രിക് ഓപ്പറേഷൻസ് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിറ്റി. പ്രത്യേകിച്ചൊന്നുമില്ല. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡില്ല, നമ്മുടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മളുടെ ഒരു ഇൻഫർമേഷൻ എന്താ ബേസിക് ആണ് ഐഡൻറ്റിറ്റി കാർഡ്. ശരിയല്ലേ? അതെനിക്ക് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓപ്പറേഷൻ ദാറ്റ് ലീവ്സ് ദ ക്രിസ്റ്റൽ അൺചേഞ്ച്ഡ്. ശരിയല്ലേ? നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് പറയുന്നത്. ഇപ്പം പാൻ കാർഡ് ആയാലും ആധാർ കാർഡ് ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും എല്ലാം നമ്മുടെ ഐഡൻറ്റിറ്റി ഇൻഫർമേഷനാണ്. അത് നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തോ? ഇല്ല. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റി കാർഡ് വഴിയാണ്. അതേ കണക്ക് തന്നെ ഒരു ക്രിസ്റ്റലിനെ അൺചേഞ്ച് ചെയ്യാത്ത, ക്രിസ്റ്റലിനെ ചേഞ്ച് ചെയ്യാത്ത അൺചേഞ്ച് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്, സിമ്മട്രിക് ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഓപ്പറേഷനാണ് ഐഡൻറ്റിറ്റി ചെയ്തു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിക്ക് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞ് ആ ക്രിസ്റ്റലിന് ഒരു മാറ്റവും വരില്ല. ക്രിസ്റ്റൽ അൺചേഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തത് റൊട്ടേഷനാണ്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷനാണ് നമ്മൾ പറയുന്നത്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഗ്രൂപ്പ് തിയറിയിൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ മെയിൻ ആക്സിസ് ആയിട്ട് എടുക്കുന്നത് ഇസഡ് ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ ഇസഡ് ആക്സിസിൽ ബേസ് ചെയ്തിട്ടുള്ള റൊട്ടേഷൻസ് അതാണ് നമ്മൾ കൂടുതലായിട്ടും കൺസിഡർ ചെയ്യുന്നത്. റൊട്ടേഷൻ അബൌട്ട് ആക്സിസ് ബൈ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ n. ഏത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്? C1 ആണെങ്കിൽ 360 ഡിഗ്രി. അതായത് നമ്മൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു, കാർബണും ഹൈഡ്രജനും. ഇതിൻ്റെ 360 റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനെ കറക്കി ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അതാണ് 360 ഡിഗ്രി റൊട്ടേഷൻ. അങ്ങനെ 360 ഡിഗ്രി ആണെങ്കിൽ ആക്ച്വലി അവിടെ എന്തില്ല, ഒരു ചേഞ്ചും ഇല്ല. അതിനർത്ഥം അത് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ C1 അല്ലെങ്കിൽ 360 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ റൊട്ടേഷനാണ്. ഇനി C2 എന്ന് പറയുമ്പോഴത്തേക്ക് പകുതി റൊട്ടേറ്റ് ചെയ്യുന്നത്, 360ൻ്റെ പകുതി പറയുമ്പോൾ 180 ഡിഗ്രി. C3 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ 360ൻ്റെ 3/1, അതായത് 120 ഡിഗ്രി. പിന്നെ C4, C5, C6 അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ആക്സിസ് ഓഫ് സിമ്മട്രി പറയുമ്പോഴത്തേക്ക് C1 ആക്സിസ് 360 ഡിഗ്രിയാണ്, പക്ഷെ അത് ഐഡൻറ്റിറ്റി ഓപ്പറേഷനാണ്. C2 ആക്സിസ് 180 ഡിഗ്രിയാണ്. C3 ആക്സിസ് 120 ഡിഗ്രിയാണ്. C4 ആക്സിസ് 90 ഡിഗ്രിയാണ്. C5 ആക്സിസ്, C6 5 ഇല്ല, നമുക്ക് പോയിന്റ് വരും, അതുകൊണ്ടാണ് C5 വരാത്ത. C6 ആകുമ്പോഴത്തേക്ക് 60 ഡിഗ്രി റൊട്ടേഷനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
വലിയ കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് അടുത്ത ഓപ്പറേഷൻ റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ നമ്മൾ മിറർ വെക്കുന്ന അത് അറേഞ്ച്മെൻറ്റ്. റിഫ്ലക്ഷൻ അക്രോസ് എ മിറർ പ്ലെയിൻ ടൈപ്പ് ഇൻക്ലൂഡ് സിഗ്മ എച്ച് ഹൊറിസോണ്ടൽ മിറർ പ്ലെയിൻ, ഹൊറിസോണ്ടലായിട്ട് നമ്മൾ വെക്കുന്നു. സിഗ്മ വി വെർട്ടിക്കൽ മിറർ പ്ലെയിൻ, സിഗ്മ എച്ച് ഡൈഹീഡ്രൽ മിറർ പ്ലെയിൻ. ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മറ്റേ ഇല്ല പ്ലെയിനൊക്കെ പോകുമ്പോൾ ഇല്ല സാധനം ഇല്ലേ എങ്ങനെ പ്ലെയിനൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കേ സെക്കൻഡ് ഓക്കെ നമ്മുടെ പ്ലെയിൻ്റെയൊക്കെ ആംഗിളിൽ ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ മറ്റേ ചിറകില്ലേ ചിറകിൻ്റെ ആംഗിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആംഗിൾ ഇതാണ് ആ ഡൈഹീഡ്രൽ ആംഗിൾ. ആ ഡൈഹീഡ്രൽ ആംഗിളിന് മിറർ പ്ലെയിൻ ഉദ്ദേശിക്കുന്നത്. വേറെ കാര്യമൊന്നുമില്ല. സിഗ്മ എച്ച് എന്നൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി, അല്ലാതെ വേറെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. 3 റിഫ്ലക്ഷൻസ്, ഹൊറിസോണ്ടൽ റിഫ്ലക്ഷൻസ്, വെർട്ടിക്കൽ റിഫ്ലക്ഷൻസ്, ഡൈഹീഡ്രൽ മിറർ പ്ലെയിൻ. ഇനി അടുത്തത് ഇൻവേർഷനാണ്. ഇൻവേർഷൻ ത്രൂ ദ പോയിന്റ് സെൻറ്റർ ഓഫ് സിമെട്രി. പോയിന്റ് നമ്മുടെ സെൻറ്ററിലൂടെയുള്ള ഇൻവേർഷൻ. അതായത് ഇവിടുന്ന് നമ്മൾ സെൻറ്ററിലൂടെ അപ്പുറം പോയാൽ ഒരേ കണക്കുള്ള ആളെ കിട്ടിയാലാണ് നമ്മളതിന് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇൻവേർഷൻ ഉണ്ട്. ദെൻ റോട്ടോ റിഫ്ലക്ഷൻ എസ് എൻ ആക്സസ്, അതെല്ലാവർക്കും ഇല്ല. റൊട്ടേഷൻ ബൈ 360 ഡിഗ്രി ബൈ എൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ പെർപെൻഡിക്കുലർ ടു റൊട്ടേഷൻ. ആദ്യം റൊട്ടേഷൻ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു C1 C2 C3 C4 എന്തെങ്കിലും ചെയ്യുന്നു. അതിനുശേഷം റിഫ്ലക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിഫ്ലക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ, അതിനെയാണ് നമ്മൾ റോട്ടോ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ, അതാണ് ആ പേര്, റോട്ടോ റിഫ്ലക്ഷൻ എസ് എൻ ആക്സിസ്, റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിമെട്രിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റൊട്ടേഷൻ പഠിച്ചു, മിറർ പ്ലെയിൻ പഠിച്ചു, റിഫ്ലക്ഷൻ പഠിച്ചു, ഇൻവേർഷൻ പഠിച്ചു, റോട്ടോ റിഫ്ലക്ഷൻ എസ് എൻ ആക്സിസും പഠിച്ചു. ജസ്റ്റ് എല്ലാ ടേംസും ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക. കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിന്റ് ഗ്രൂപ്പിൽ പഠിക്കുന്നുണ്ട്. കാരണം പോയിന്റ് ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പ് തിയറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാത്തത്. കാരണം ഗ്രൂപ്പ് തിയറിയിൽ നമുക്കത് എന്തായാലും പറയേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇതിവിടെ നിർത്തുകയാണ്. അതായത് മീൻസ് സിമെട്രിക് എലമെൻറ്റ്സും കാര്യങ്ങളും നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു, പോയിന്റ് ഗ്രൂപ്പ്സ്. ഇനി അങ്ങോട്ടുള്ളതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം ഇനി അങ്ങോട്ടാണ് നമ്മുടെ ടോപ്പിക് ആരംഭിക്കാൻ പോകുന്നത് പോയിന്റ് ഗ്രൂപ്പ്. പോയിന്റ് ഗ്രൂപ്പ് ഡിസ്ക്രൈബ്സ് ദി സിമെട്രി അറൌണ്ട് എ പോയിന്റ് ഇൻ സ്പേസ്. There are 32 crystallographic point groups corresponds to the symmetry of finite objects. ഇത്രയേ ഉള്ളൂ. നമ്മൾ പോയിന്റ് ഗ്രൂപ്പുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കുക, 32 പോയിന്റ് ഗ്രൂപ്പുകളാണ് നമുക്ക് വരുന്നത്. എത്ര പോയിന്റ് ഗ്രൂപ്പുകളാണ്? 32 പോയിന്റ് ഗ്രൂപ്പുകളാണ്. ഇങ്ങനെ തന്നെ പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എത്ര പോയിന്റ് ഗ്രൂപ്പുകൾ പ്രസൻ്റ് ആണെന്നുള്ളത്. 32 പോയിന്റ് ഗ്രൂപ്പുകളാണ് നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റത്തിലുള്ളത്. ഇനി എന്താണ് ഈ പോയിന്റ് ഗ്രൂപ്പുകൾ? പോയിന്റ് ഗ്രൂപ്പ് ഡിസ്ക്രൈബ്സ് ദ സിമെട്രി അറൗണ്ട് എ പോയിന്റ് ഇൻ സ്പേസ്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള സിമെട്രിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള സിമെട്രി ഡിസ്ക്രൈബ് ചെയ്യുന്ന പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ അതാണ്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള സിമെട്രി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. 32 പോയിന്റ് ഗ്രൂപ്പ് ഉണ്ട്. കറസ്പോണ്ട്സ് ദ സിമെട്രി ഓഫ് ഫൈനൈറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം 32 പോയിന്റ് ഗ്രൂപ്പുകളാണ് നമുക്ക് വരുന്നത്. അവിടെ നിന്ന് ആ ഇൻഫർമേഷൻ മാത്രം മനസ്സിലാക്കി വെച്ചേക്കാം. 32 പോയിന്റ് ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയിന്റ് ഗ്രൂപ്പ്. 32 പോയിന്റ് ഗ്രൂപ്പിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണ്. രണ്ടാണ്, സെൻട്രോസിമെട്രിക് ഉണ്ട്, നോൺ സെൻട്രോസിമെട്രിക് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും എത്ര എമൗണ്ട് ഉണ്ടെന്നും ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നമുക്ക്. അതിൽ പോയിന്റ് ഗ്രൂപ്പിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നോൺ സെൻട്രോസിമെട്രിക്കിൽ 21 എണ്ണവും സെൻട്രോസിമെട്രിക്കിൽ 11 എണ്ണവും, മൊത്തം 32 എണ്ണം. ആ 21 എണ്ണത്തിന് ലാക്ക് ഓഫ് സെൻട്രോസിമെട്രി ആയിരിക്കും. സെൻട്രോസിമെട്രി ഉണ്ടായിരിക്കില്ല. എന്നാൽ സെൻട്രോസിമെട്രിക് പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു സെൻട്രോസിമെട്രി ഉണ്ടായിരിക്കും. സെൻറ്റർ ഓഫ് സിമെട്രി ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററിൽ നിന്ന് നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ആക്സസിനാണ് സെൻട്രോസിമെട്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നോൺ സെൻട്രോസിമെട്രിക് പോയിന്റ് ഗ്രൂപ്പുകൾ 21 ഉണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾ: C1, C2, C3, C4, C6, CS, C2V, C3V, C4V, CXV തുടങ്ങിയ ഗ്രൂപ്പുകൾ. സെൻട്രോസിമെട്രിയിലാണ് കൂടുതലും I വരുന്നത്. CI, C2H, C3I,
C4H, C6H, C2H, D3H, D4H, D6H, DTH, DH. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. I വരുന്നതും H വരുന്നതും ഓൾമോസ്റ്റ് എല്ലാം സെൻട്രോസിമെട്രിക് പോയിന്റ് ഗ്രൂപ്പാണ്. നോക്കിയാൽ മതി കണ്ടോ, ഇവിടെ ഒന്നും I വന്നിട്ടില്ല, H വന്നിട്ടില്ല, V വന്നിട്ടുണ്ട് അല്ല V വന്നിട്ടുണ്ട്. ഇവിടെ നോക്കി H വന്നിട്ടുണ്ട്, I വന്നിട്ടുണ്ട്. Hഉം Iയും വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എന്താ സെൻട്രോസിമെട്രിക്കും, പിന്നെ നമ്പേഴ്സ് വരുന്ന ആൾക്കാരും പിന്നെ V വരുന്ന ആൾക്കാരും എന്താ നോൺ സെൻട്രോസിമെട്രിക്കുമാണ്. അപ്പോൾ അതൊന്ന് 32 പോയിന്റ് ഗ്രൂപ്പ് ഉണ്ടെന്നും അത് 2 ടൈപ്പ് ഉണ്ടെന്നും ആ 2 ടൈപ്പിൽ വരുന്ന ആൾക്കാർ ഇന്നതൊക്കെയാണെന്നും ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. 11 സെൻട്രോസിമെട്രിക്കും 21 നോൺ സെൻട്രോസിമെട്രിക്കും. ഇതാണ് നിങ്ങൾ ഇവിടെ നിന്ന് അറിഞ്ഞു വെക്കേണ്ടത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പോയിന്റ് ഗ്രൂപ്പുമായി സിമെട്രിക് ഓപ്പറേഷൻസുമായി. ഓക്കെ, മൂവ് ചെയ്യാം. കുറച്ച് പോയിന്റ് ഗ്രൂപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ചില സിസ്റ്റത്തിന് നമ്മൾ ഈ സിസ്റ്റംസ് എല്ലാം നമ്മൾ പഠിക്കുന്ന സിസ്റ്റംസ് ആണ്. ആ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു കുറച്ച് പോയിന്റ് ഗ്രൂപ്പുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, കാരണം എക്സാംസിന് നമുക്ക് ചോദിച്ചിട്ടുള്ള സിസ്റ്റംസാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഒന്ന് ക്യൂബിക് സിസ്റ്റമാണ്. ക്യൂബിക് സിസ്റ്റത്തിൽ ഒക്ടാഹീഡ്രലുണ്ട്, ടെട്രാഹീഡ്രലുണ്ട്, ടി. ഇതെല്ലാം പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. OH, TH, TE തുടങ്ങിയ ഗ്രൂപ്പുകൾ. ദെൻ ഹെക്സഗണിലാണെങ്കിൽ C6, C6H, C6V, D6, D6H, D3H. ടെട്രഗണലാണെങ്കിൽ C4, C4H, C4V, D4, D4H, D2E, S4. ഓർത്തോറോമിക് ആണെങ്കിൽ C2V, C2, D2H. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ ഈ ഓപ്പറേഷൻസ് പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇപ്പം 4 ഞാൻ എടുത്തിട്ടുള്ളൂ. മൊത്തം നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് വരുന്നത്. 7നും വരുന്ന പോയിന്റ് ഗ്രൂപ്പുകളും പിന്നെ അതുകണക്ക് തന്നെ സിമെട്രിക് ഓപ്പറേഷൻസും ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അതിന് കൊടുക്കുന്ന നോർമലായിട്ടുള്ള എന്താ സിമെട്രിക് എലമെൻറ്റ്സ് ഒന്ന് മിനിമം ഉള്ള സിമെട്രിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചില്ലെങ്കിലും അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇത് സ്ഥിരമായിട്ട് ചോദിച്ച 4 ഞാനൊന്ന് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല ഇതിന്. എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, കാരണം ഇത് നമുക്ക് പറഞ്ഞേ പറ്റൂ. ബ്രവിസ് ലാറ്റിസുകൾ പറയുമ്പോൾ മിനിമം സിമെട്രി എലമെൻറ്റ്സും പോയിന്റ് ഗ്രൂപ്പും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ആണ്. അതിനകത്ത് നമ്മൾ സിമെട്രിക് ഓപ്പറേഷൻസും പോയിന്റ് ഗ്രൂപ്പുകളെയും പറ്റിയാണ് പഠിച്ചത്. 32 പോയിന്റ് ഗ്രൂപ്പുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 2 ടൈപ്പായിട്ടാണ് ഈ 32 ക്ലാസിഫൈ ചെയ്യുന്നത്. 11 സെൻട്രോസിമെട്രിക്കും ദെൻ ബാക്കി 22 നോൺ സെൻട്രോസിമെട്രിക്കും. ഈ 11 വരുന്ന മിക്കത് സെൻട്രോസിമെട്രിക് ആയിട്ട് വരുന്ന മിക്കതിലും Iയും Hഉം ഉണ്ട്. മറ്റേതാണ് Vയും നമ്പേഴ്സും വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, മൂവിങ്. സ്പേസ് ഗ്രൂപ്പ്. ഈ പോയിന്റ് ഗ്രൂപ്പിൻ്റെ കണക്ക് തന്നെ, പോയിന്റ് ഗ്രൂപ്പ് 32 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പോയിന്റ് ഗ്രൂപ്പിൻ്റെ കണക്ക് തന്നെ നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ് സ്പേസ് ഗ്രൂപ്പ്. എന്താണ് സ്പേസ് ഗ്രൂപ്പ്? എത്ര സ്പേസ് ഗ്രൂപ്പ് ഉണ്ട്? നമുക്ക് മൊത്തം 230 സ്പേസ് ഗ്രൂപ്പുകളാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്പേസ് ഗ്രൂപ്പ് 230 സ്പേസ് ഗ്രൂപ്പുകളാണ് നമുക്ക് നോർമലി വരുന്നത്. നോക്കാം എന്താണ് സ്പേസ് ഗ്രൂപ്പ് എന്നുള്ളത്. സ്പേസ് ഗ്രൂപ്പ് ഡിസ്ക്രൈബ്സ് ദ സിമെട്രി ഓഫ് ഇൻഫൈനൈറ്റ് പീരിയോഡിക് സ്ട്രക്ചേഴ്സ് crystals. They combine point group symmetry with the translational symmetry. സ്പേസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിൽ വെക്കുന്നതിനെ പറ്റി മാത്രമാണ്. സ്പേസ് ഗ്രൂപ്പ് ഡിസ്ക്രൈബ് ദ സിമെട്രി ഓഫ് ഇൻഫിനിറ്റ് പീരിയോഡിക് സ്ട്രക്ചേഴ്സ്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള പീരിയോഡിക് സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സിമെട്രി എന്ന് വിളിക്കുന്ന. 230 സ്പേസ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന 230 സ്പേസ് ഗ്രൂപ്പാണ് നമുക്ക് വരുന്നത്. അപ്പം 32 പോയിന്റ് ഗ്രൂപ്പും 230 സ്പേസ് ഗ്രൂപ്പുകളും. ഓക്കെ, സ്പേസ് ഗ്രൂപ്പുകൾ 230 ഉണ്ട്. സ്പേസ് ഗ്രൂപ്പ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം 14 ബ്രവിസ് ലാറ്റിസസ് കമ്പൈൻഡ് വിത്ത് 32 പോയിന്റ് ഗ്രൂപ്പ്. കണ്ടോ, ഈ 32 പോയിന്റ് ഗ്രൂപ്പും 14 ബ്രവിസ് ലാറ്റിസും. അതെന്ത് ഈ ബ്രവിസ് ലാറ്റിസ് പറയാം. 14 ബ്രവിസ് ലാറ്റിസും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്താ കൺസിഡറിങ് ദ ട്രാൻസ്ലേഷണൽ സിമെട്രി എലമെന്റ്സ്. ട്രാൻസ്ലേഷൻ സിമെട്രി എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് 14 ബ്രവിസ് ലാറ്റിസുകൾ 32 പോയിന്റ് ഗ്രൂപ്പുകൾ. ഓക്കെ, അപ്പം 32 പോയിന്റ് ഗ്രൂപ്പുകളുണ്ട്, 230 സ്പേസ് ഗ്രൂപ്പുകളുണ്ട്, 14 ബ്രവിസ് ലാറ്റിസുകളുണ്ട്. ബ്രവിസ് ലാറ്റിസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, പറയാം. നമ്മൾ മില്ലർ ഇൻഡിസസിലോട്ട് പോവുകയാണ്. മില്ലർ ഇൻഡിസസിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് മില്ലർ ഇൻഡിസസിലോട്ട് പോകാം. അതായിരിക്കും എനിക്ക് നല്ലത്. ഞാൻ യൂണിറ്റ് സെല്ല് പറഞ്ഞിട്ട് മില്ലർ ഇൻഡിസസിലോട്ട് പോകാം.
അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മില്ലർ ഇൻഡിസസ് പറഞ്ഞിട്ട് യൂണിറ്റ് സെല്ലോട്ട് പോകും, അതായിരിക്കും നല്ലത്. അപ്പം മില്ലർ ഇൻഡിസസ് അങ്ങ് തീരും, പിന്നെ എനിക്ക് യൂണിറ്റ് സെല്ലോട്ട് പോയാൽ മതി. മില്ലർ ഇൻഡിസസ് നോക്കാം എന്താണ് മില്ലർ ഇൻഡിസസ് എന്നുള്ളത്. കാരണം നമ്മുടെ സിലബസിൽ നിങ്ങൾ പറഞ്ഞേക്കും, നമ്മൾ സിലബസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ക്രിസ്റ്റൽ സിമ്മട്രി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. എന്താണ് ക്രിസ്റ്റൽ സിമ്മട്രി, സിമ്മട്രിക് ഓപ്പറേഷൻസ് അല്ലേ നമ്മുടെ സിലബസ് അനുസരിച്ച്. ഓക്കെ, നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് വരുന്നത് ക്രിസ്റ്റൽ സിമ്മട്രി, പോയിന്റ് ഗ്രൂപ്പ്, സ്പേസ് ഗ്രൂപ്പ്. പോയിന്റ് ഗ്രൂപ്പ് 32 എണ്ണം, സ്പേസ് ഗ്രൂപ്പ് 230 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മില്ലർ ഇൻഡിസസ്. മില്ലർ ഇൻഡിസസിന് ശേഷമാണ് നമ്മുടെ ബ്രവിയസ് ലാറ്റിസും പാക്കിംഗ് ഫ്രാക്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് മില്ലർ ഇൻഡിസസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലോട്ട് പോകും. ഓക്കെ, സോ നമ്മൾ മില്ലർ ഇൻഡിസസിലോട്ട് പോകുന്നു. പോയിന്റ് ഗ്രൂപ്പും ക്ലാസിഫിക്കേഷൻ ഓഫ് പോയിന്റ് ഗ്രൂപ്പും ഒക്കെ കിട്ടിയല്ലോ. ഓക്കെ, മില്ലർ ഇൻഡിസസ് ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. മില്ലർ ഇൻഡിസസ് എന്താണെന്ന് ഞാൻ പറയാം. മില്ലർ ഇൻഡിസസ് ആർ നൊട്ടേഷൻ സിസ്റ്റംസ് ടു ഡിസ്ക്രൈബ് ദ ഓറിയന്റേഷൻ ഓഫ് ക്രിസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻ ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസിലെ ഒരു പ്ലെയിനിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഓറിയൻറ്റേഷൻ ഓഫ് ക്രിസ്റ്റൽ പ്ലെയിനിൻ്റെ ഓറിയൻറ്റേഷനും ആ പ്ലെയിനുകളുണ്ടല്ലോ, ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ വരുന്ന പ്ലെയിനുകൾ, XY പ്ലെയിൻ, YZ പ്ലെയിൻ, X അങ്ങനെ പ്ലെയിനുകളുടെ ഓറിയൻറ്റേഷനും പിന്നെ ഡയറക്ഷനും ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് മില്ലർ ഇൻഡിസസ്. ഇറ്റ്സ് എ നൊട്ടേഷൻ. ആ നൊട്ടേഷനിൽ നമുക്ക് ആ പ്ലെയിനുകളുടെ ഓറിയൻറ്റേഷനും ആ ഡയറക്ഷനും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് നിങ്ങൾ മില്ലർ ഇൻഡിസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മില്ലർ ഇൻഡിസസ് വഴി ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിലെ പ്ലെയിനിൻ്റെ ഓറിയൻറ്റേഷനും ഡയറക്ഷനും കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, they are reciprocals of the fractions intercept of plane on the crystallographic axis. ക്രിസ്റ്റലോഗ്രഫിക് ആക്സിസിലെ പ്ലെയിനുകളുടെ റെസിപ്രോക്കലുകളാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത്. ഫ്രാക്ഷൻ ഓഫ്, അതായത് അതിനെ ഫ്രാക്ഷനാക്കി അതിനെ റെസിപ്രോക്കൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മളുടെ മില്ലർ ഇൻഡിസസുകൾ കിട്ടുന്നത്. നോക്കാം, നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളൊരു മെത്തേഡ് പറയുന്നുണ്ട്. മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. മില്ലർ ഇൻഡിസസിൻ്റെ അർത്ഥം എന്താണെന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഞാൻ അടുത്തത് പറയാം. ആദ്യം കണ്ടുപിടിക്കുന്ന പറയാം. ഫൈൻഡ് ദ ഇന്റർസെപ്റ്റ് ഓഫ് പ്ലെയിൻ XYZ ഇൻ ദ ടേം ഓഫ് ലാറ്റിസ് പാരാമീറ്റർ. അപ്പോൾ ലാറ്റിസ് പാരാമീറ്ററിൻ്റെ ബേസിൽ XYZ ഇപ്പം നമുക്ക് നോർമലി ഇങ്ങനെ തരുവാണ്, 3A 2B 4C ഇങ്ങനെ തരികയാണ്. ക്രിസ്റ്റൽ പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ടേക്ക് ദ റെസിപ്രോക്കൽ ഓഫ് ഇന്റർസെപ്റ്റ്സ്. ഇന്റർസെപ്റ്റ്സ് ഏതൊക്കെയാണ്? 3 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 1/3, 1/2, 1/4 റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുത്തിട്ട് ക്ലിയർ ഫംഗ്ഷൻ ടു ഗെറ്റ് സ്മാളസ്റ്റ് ഇൻറ്റിജർ കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്തു? 6 കൊണ്ട് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്തു. 6 കൊണ്ട് വേണ്ട, ഓക്കെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതും കട്ടായിപ്പോൾ എനിക്ക് 2 വന്നു, 3 വന്നു. ഇത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് 2, 3, 3/2 വരുമല്ലേ. ഓക്കെ, 3/2 വന്നു. വീണ്ടും ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 4, 6, 3, 4, 6, 3. ഇതാണ് അതിൻ്റെ മില്ലർ ഇൻഡിസസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് XYZ നമ്മൾ ABC എന്ന് പറഞ്ഞ് എഴുതുന്നു. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്നു. ഇൻവേഴ്സ് എടുത്തിട്ട് അതിനെ ഹോൾ നമ്പർ ആക്കി മാറ്റുന്നു. അതിനെ HKLൻ്റെ ഫോമിൽ ഇടുന്നു. HKL ആണ് 463 എന്ന് പറയുന്നത്. ഇതിനൊരു മീനിങ് ഉണ്ട്. 463 ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് ആണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൻ്റെ ഓറിയൻറ്റേഷനും ഡയറക്ഷനും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു നൊട്ടേഷനെയാണ് നമ്മൾ മില്ലർ ഇൻഡിസസ് എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ക്രിസ്റ്റലോഗ്രാഫിക് മീൻസ് നമ്മളെ പ്ലെയിനിൻ്റെ, അതായത് നമ്മളുടെ ഇൻ്റർസെപ്റ്റ്സ് ആദ്യം XYZ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക ABC പാരാമീറ്ററിൻ്റെ ബേസിൽ. ഇപ്പം ചിലപ്പം Y കാണത്തില്ല, ചിലപ്പോൾ Z, അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ 0 എടുക്കും. അപ്പം അത് കാണുക, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക, റിവേഴ്സ് എടുക്കുക, അതിനെ ഒരു ഹോൾ നമ്പർ ആക്കി മാറ്റുക, HKL എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്തായി? മില്ലർ ഇൻഡിസസ് ആയി. ഓക്കെ, അപ്പം കിട്ടുന്ന വാല്യൂൻ്റെ 1/, എടുക്കുക, മീൻസ് ഇൻവേഴ്സ് എടുക്കുക, ദെൻ എന്ത് ചെയ്യുക, ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ നമ്പർ ആക്കി മാറ്റുക. ഇനി കുറച്ച് മില്ലർ ഇൻഡിസസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയുന്നുണ്ട്. നോക്കി, ഇതാണ് ഞാനൊരു മില്ലർ ഇൻഡിസസ് എടുക്കുന്ന കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇല്ല എന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 2A 3B 6B ഇതാണ് നമ്മളുടെ പ്ലെയിൻ ഇൻ്റർസെപ്റ്റ്. A എന്ന് പറയുന്ന പ്ലെയിനിൽ 2 കട്ട് ചെയ്യുന്നു, B എന്ന് പറയുന്ന പ്ലെയിനിൽ 3 കട്ട് ചെയ്യുന്നു, C എന്ന് പറയുന്ന പ്ലെയിനിൽ 6 കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്ലെയിൻ.
അതിനകത്ത് ഞാൻ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു 1/2, 1/3, 1/6. ഇനി ഞാൻ കോമൺ ആയിട്ട് 6 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 2, 3, 2, 1. ഈ 3, 2, 1 ആണ് മില്ലർ ഇൻഡിസസ്. സിമ്പിൾ സാധനമാണ്. പിന്നെ മൈനസ് ഒക്കെ വന്നാൽ അതാണ് കിട്ടാൻ മതി. മൈനസ് ഒന്നും എഴുതാം. -2a 3b 6c എങ്ങനെ എഴുതാം? ഇതാണ്ട റിവേഴ്സ് എടുക്കുന്നു. -1/2 1/3 1/6. 6 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6 കട്ട് ചെയ്ത് പോകുന്നു. 2 വരുന്നു, 3 വരുന്നു. അപ്പോൾ എന്ത് കിട്ടും? 3, 2, 1 അല്ലേ? ഈ 3യുടെ മുകളിൽ ഒരു ബാർ കൊടുക്കുന്നു. ഈ ബാറിൻ്റെ മീനിങ് മൈനസ് ആണെന്നാണ്. മൈനസ് നിറത്തില്ല, 3യുടെ മുകളിൽ ഒരു ബാർ കൊടുക്കത്തേയുള്ളൂ. അപ്പം മൈനസ് എന്നുള്ള മീനിങ് ആണത്. ഇതാണ് ഇതിൻ്റെ മില്ലർ ഇൻഡിസസ്. മൈനസ് വന്നാൽ ബാർ കൊടുക്കുക മുകളിൽ. അപ്പം ആ പ്ലെയിനുകൾ എടുക്കുക, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക, ഹോൾ നമ്പർ ആക്കി മാറ്റുക, മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കുക. സിമ്പിൾ സാധനമാണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണോ ആവോ ഈ റിവേഴ്സ് എടുക്കുന്നതും പിന്നെ അത് കണക്ക് തന്നെ ഹോൾ നമ്പർ ആക്കി മാറ്റുന്നത് അത്രയും പാടാണോ? ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, അപ്പോൾ മില്ലർ ഇൻഡിസസ് ഓക്കെയാണ്. ഇതാണ് മില്ലർ ഇൻഡിസസ് ഒരു ഇമ്പോർട്ടൻറ്റ് വൺ. 100 എന്ന് പറയുന്ന മില്ലർ ഇൻഡിസസ് എന്താ പറഞ്ഞിരുന്നതെന്ന് അറിയാമോ? പാരലൽ ടു ബി സി പ്ലെയിൻ. ബി സി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ആള് ബി സി പ്ലെയിന് പാരലൽ ആകണമെങ്കിൽ എ എന്ന് പറയുന്ന ആളാണ്. അതായത് എക്സ് ആക്സിസ്, എക്സ് എ ആയിട്ടും വൈ ബി ആയിട്ടും ഇസഡ് സി ആയിട്ടും നമ്മൾ പരിഗണിക്കുന്നത്. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ടു ബി സി പ്ലെയിൻ, അതായത് പാരലൽ ടു വൈ ഇസഡ് പ്ലെയിൻ. ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിനെ മാത്രം, പാരലൽ ടു വൈ ഇസഡ് പ്ലെയിൻ. 010 അതായത് എ ബി സിയിൽ ബി മാത്രം, അപ്പം പാരലൽ ടു എ സി പ്ലെയിൻ, അതായത് എക്സ് ഇസഡ് പ്ലെയിൻ പാരലൽ കട്ടിങ് വൈ ആക്സിസ്. വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന എക്സിന് ഇസഡിനും പാരലായിട്ട് വരുന്ന പ്ലെയിൻ. നെക്സ്റ്റ് 001 എന്ന് പറഞ്ഞാൽ എ ബി സി, എ ബിക്ക് പാരലൽ മീൻസ് സി ആക്സിസിനെ കട്ട് ചെയ്യുന്നു, എ ബിക്ക് പാരലൽ. 110 അവിടെ 2 കട്ടിങ് ഉണ്ട്, എക്സിലും വൈയിലും എയിലും ബിയിലും കട്ട് ചെയ്യും. ഡയഗണൽ പ്ലെയിൻ ആണ്, എയും ബിയെയും കട്ട് ചെയ്യുന്ന പ്ലെയിൻ. ദെൻ 111 ഡയഗണൽ പ്ലെയിൻ ത്രൂ ഓൾ 3 ആക്സസ്. 113 11 എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലെയിനെയും ഒരേ കണക്ക് കട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഡയഗണൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്, ത്രൂ ഓൾ ആക്സസ്. ക്ലിയർ ആണ്, സിമ്പിൾ സാധനമാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. 100, 010, 001 ഇതെല്ലാം നമുക്ക് സ്ഥിരം ചോദിക്കുന്ന പ്ലെയിനുകളാണ്. ഇതെല്ലാം മില്ലർ ഇൻഡിസസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പ്ലെയിനുകളാണ്. അപ്പോൾ എപ്പോഴെങ്കിലും 100 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് 1ABC എക്സ് വൈ ഇസഡ്, വൈ ഇസഡിൻ്റെ പ്ലെയിനകത്ത് വരുന്ന പാരലായിട്ട് അത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. 010 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നു, എക്സിനും ഇസഡിനും പാരല. എക്സിനും ഇസഡിനും പാരലായിട്ട് വരുന്ന വൈ ആക്സിസ് ആണ്, അതിലൊന്നെന്ന് പറയുന്ന പോർഷനിൽ കട്ട് ചെയ്യുന്നു. ഇതാണ് ഈ പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.